അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 37 സങ്കീർത്തനം 18 വാക്യം നമുക്ക് വായിക്കാം. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഈ വാക്യം ഇംഗ്ലീഷ് NIV വെർഷനിൽ ദ ബ്ലെയിംലെസ് സ്പെൻഡ് ദെയർ ഡേയ്സ് അണ്ടർ ദ ലോർഡ്സ് കെയർ ആൻഡ് ദെയർ ഇൻഹെറിറ്റൻസ് വിൽ എൻഡർ ഫോർ എവർ എന്നും, ഇംഗ്ലീഷ് NLT വെർഷനിൽ ഡേ ബൈ ഡേ ദ ലോർഡ് ടേക്സ് കെയർ ഓഫ് ദ ഇന്നസെൻറ്റ് ആൻഡ് ദേ വിൽ റിസീവ് ആൻ ഇൻഹെറിറ്റൻസ് ദാറ്റ് ലാസ്റ്റ് ഫോർ എവർ എന്നും, ഇംഗ്ലീഷ് CSB വെർഷനിൽ ദ ലോർഡ് വാച്ചസ് ഓവർ ദ ബ്ലെയിംലെസ് ആൻഡ് ദെയർ ഡേയ്സ് ആൻഡ് ദ ഇൻഹെറിറ്റൻസ് വിൽ ലാസ്റ്റ് ഫോർ എവർ എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം അർത്ഥം നിർമ്മലമായ ഹൃദയത്തിൻ്റെ ഉടമയായ ഒരു വ്യക്തിയെ തൻ്റെ ആയുഷ്കാലം തികയുന്നതുവരെയും ദൈവം ചുറ്റി പരിപാലിക്കുകയും ആ വ്യക്തിയുടെ അവകാശം ശാശ്വതമായി ആ വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്യും എന്നാണ്. നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നോ നാം ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചിരിക്കുമെന്നോ അറിയുന്നില്ലെങ്കിലും ദൈവം നമുക്ക് രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുകയും ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുകയും ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ ജ്ഞാനികളാക്കി തീർക്കുകയും ചെയ്യുന്നു എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 35 അധ്യായം 10-11 വാക്യങ്ങളിൽ കൂടി കർത്താവ് നമുക്ക് അറിവ് തരുന്നുണ്ട്. നിഷ്കളങ്കൻ എന്നാൽ കളങ്കിതൻ അല്ലാത്തവൻ എന്നും തെറ്റ് ചെയ്യാത്തവൻ എന്നും ഹൃദയത്തിൽ അകൃത്യമോ പകയോ വെച്ചുകൊള്ളാത്തവൻ എന്നും അർത്ഥമുണ്ട്. ബൈബിളിൽ നിഷ്കളങ്കൻ എന്നതിൻ്റെ അർത്ഥം ദൈവം കൽപ്പിച്ചിട്ടുള്ള എല്ലാ കൽപ്പനകളും കൃത്യമായി അനുസരിക്കുന്നവൻ എന്നാണ്. 15 സങ്കീർത്തനത്തിൽ നിഷ്കളങ്കൻ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു നിഷ്കളങ്കൻ പക്ഷം പിടിക്കുകയോ മുഖപക്ഷം കാണിക്കുകയോ ചെയ്യാതെ ദൈവം ഇഷ്ടപ്പെടുന്ന നീതിയും ന്യായവും പ്രവർത്തിക്കുന്നവനും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവനുമായിരിക്കും. നാവ് കൊണ്ട് കുരള പറയാതെ ജീവിക്കുന്നവനായിരിക്കും ഒരു നിഷ്കളങ്കൻ. കുരള പറയുക എന്നാൽ മറ്റുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയോ മറ്റുള്ളവർക്കെതിരെ അപവാദം പറയുകയോ കുറ്റം പറയുകയോ ചെയ്യുന്നവനെയാണ്. സാത്താനാണ് മറ്റുള്ളവർക്കെതിരെ കുറ്റം പറയുന്നവൻ. അപവാദി എന്നാണ് സാത്താൻ്റെ മറ്റൊരു പേര്. വെളിപ്പാട് പുസ്തകം 12 അധ്യായം 10 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു എന്ന് വെളിപ്പാട് പുസ്തകം 12 അധ്യായം 9 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി പിശാചും സാത്താനുമായ പഴയ പാമ്പാണ് എന്ന് സാരം. ഈ സാത്താനാണ് നമ്മെക്കൊണ്ട് തമ്മിൽ യുദ്ധം ചെയ്യിപ്പിക്കുന്നതും പകയും പിണക്കവും ഹൃദയത്തിൽ വളരുമാറാക്കുന്നതും. നാം മറ്റുള്ളവർ കുറ്റം പറയുകയോ അപവാദം പറയുകയോ ചെയ്യുമ്പോൾ സാത്താൻ്റെ സന്തതികളായിത്തീരുകയാണ് ചെയ്യുന്നത്. കാരണം നാം അപ്രകാരം പറയുമ്പോൾ ദൈവകൽപ്പന ലംഘിക്കുകയും സാത്താൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നു. ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത് എന്ന് ന്യായീകരണം പറയുവാൻ സാത്താൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് മറ്റുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിപ്പിക്കുന്നത്. തൻ്റെ സഹോദരനെതിരെ ആരും ഹൃദയത്തിൽ ദോഷം ചിന്തിക്കരുതെന്നും നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുതെന്നുമുള്ളത് ദൈവകൽപ്പനയാണെന്ന് നാം ഓർക്കണം. സഹോദരനെ മൂട എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് നാം യോഗ്യരാകും എന്ന കാര്യവും മറക്കരുത്. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കി ജീവിച്ചുകൊണ്ട് നാം ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടണം. എന്നാലേ യേശുവിൻ്റെ സംരക്ഷണ വലയത്തിലേക്ക് കടന്നുകൂടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സോഷ്യൽ മീഡിയകളിൽ നിരന്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കേൾക്കുമ്പോൾ പ്രിയ ദൈവമകനെ ദൈവമകളെ നാം അത് കേൾക്കാൻ ശ്രമിക്കരുത്. അത് കേൾക്കുന്നത് പാപമാണ് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദുഷ്കർമ്മി നീതികെട്ട അധരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു, വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിന് ചെവി കൊടുക്കുന്നുവെന്ന് സദൃശവാക്യങ്ങൾ 17 അധ്യായം 4 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും ക്ഷമിക്കുവാനാണ്. നാം അപ്രകാരം ചെയ്ത് ജീവിച്ചാൽ മാത്രമേ നമുക്ക് നിഷ്കളങ്കനായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. തന്നെയുമല്ല കൂട്ടുകാരനോട് ദോഷം ചെയ്യരുത്, കൂട്ടുകാരന് അപമാനം വരുത്തരുത്. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും പാപത്തിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കുന്ന വഷളന്മാരായവരെ
നമ്മുടെ സ്നേഹിതന്മാരാക്കാതിരിക്കുകയും വേണം. സത്യത്തിന് സാക്ഷി നിൽക്കുകയും സത്യം മാത്രം സംസാരിക്കുകയും ചെയ്യണം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനായിരിക്കണം. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവനെ വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ജീവിക്കണം. ഇപ്രകാരം ഒരു വിശുദ്ധ ജീവിതം നാം ജീവിച്ചാൽ കർത്താവ് നമ്മെ നോക്കി പറയും, നീ എനിക്ക് ബോധിച്ച പുരുഷനാണ് എന്ന്. ഇയ്യോബിനെയും ദാവീദിനെയും ദാനിയേലിനെയും ദൈവം നീതീകരിച്ചിട്ടുണ്ട്. അപ്രകാരം നാം ഒരു നിഷ്കളങ്കനായി ജീവിച്ചാൽ അവൻ നമ്മെ ദുഷ്ടൻ്റെ കെണിയിൽ വീഴാതെ നമ്മെ സംരക്ഷിക്കുകയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ചു തരികയും ചെയ്യുമെന്നാണ് 37-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ കൂടി ദൈവാത്മാവ് നമുക്ക് ഉറപ്പ് തരുന്നത്. തന്നെയുമല്ല, ദൈവം നമുക്ക് തരുന്ന അവകാശങ്ങൾ ശാശ്വത അവകാശമായി നമുക്ക് ലഭിക്കുകയും ചെയ്യും. ദൈവം തരുന്ന അവകാശം അവൻ്റെ പുത്രത്വമാണ്. തന്നെയുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് അവൻ നമുക്ക് അവകാശം തരുന്നത്. ദൈവം നമുക്ക് തരുന്ന അവകാശം നിത്യജീവനാണ്. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു. ദാസൻ എന്നേക്കും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും ഭവനത്തിൽ വസിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ എഹെസ്കേൽ പ്രവചനം 46-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, പ്രഭു തൻ്റെ പുത്രന്മാരിൽ ഒരുത്തനൊരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് അവൻ്റെ അവകാശമായി അവൻ്റെ പുത്രന്മാർക്ക് ഉള്ളതായിരിക്കണം. അത് അവകാശമായി അവരുടെ കൈവശം ഇരിക്കണം. എന്നാൽ അവൻ തൻ്റെ ദാസന്മാരിൽ ഒരുത്തന് തൻ്റെ അവകാശത്തിൽ നിന്ന് ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് വിടുതൽ ആണ്ട് വരെ അവർക്കുള്ളതായിരിക്കണം. പിന്നത്തേതിൽ അത് പ്രഭുവിന് തിരികെ പോരേണം. അതിൻ്റെ അവകാശം അവൻ്റെ പുത്രന്മാർക്ക് തന്നെ ഇരിക്കണം. പുതിയ നിയമത്തിലെ വിശ്വാസികളായ നാം ഇപ്പോൾ ഒരു വ്യത്യാസവും കൂടാതെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അവകാശങ്ങളും കൈവശം വെച്ച് അനുഭവിക്കുകയാണ്. എന്നാൽ ഒന്നുകിൽ നാം മരിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ആകാശമേഘത്തിൽ വരുമ്പോൾ നമ്മുടെ വിടുതൽ ആണ്ട് വരികയായി എന്ന് നാം ഓർക്കണം. ഈ സമയത്ത് നാം പാപം ചെയ്ത് ദാസൻ്റെ പട്ടികയിൽ ആയിപ്പോയെങ്കിൽ നിശ്ചയമായും നാം യേശു കർത്താവിൻ്റെ സകല അനുഗ്രഹങ്ങളും തിരികെ കൊടുത്തുകൊണ്ട് ദൈവഭവനം വിട്ട് ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ പോകേണ്ടി വരും. എന്നാൽ നാം പാപം ചെയ്യാതെ നിഷ്കളങ്കനായി ജീവിച്ചാൽ, ആരെയും കുറ്റം പറയാതെ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയമായും ദൈവം നമുക്ക് തരുന്ന അവകാശങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് തന്നെ ശാശ്വത അവകാശമായി പ്രാപിക്കുവാൻ സാധിക്കും. ഓർക്കുക, ദൈവഭവനവും നിത്യനരകവും മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. ഒന്നുകിൽ ദൈവവചനം അനുസരിച്ച് നാം ദൈവഭവനത്തിൽ ശാശ്വതമായി വസിക്കും, അല്ലെങ്കിൽ പാപം ചെയ്തുകൊണ്ട് നിത്യനരകത്തിൽ ചെന്ന് വീഴും. ആകയാൽ നമുക്ക് യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് യേശു തരുന്ന പുത്രത്വം അവകാശമാക്കുകയും അവൻ തരുന്ന സകല ആത്മീക ഭൗതിക നന്മകളെ കൈവശമാക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്ക കൃപ അവർക്ക് കൊടുക്കണമേ. നിർമ്മലമായൊരു ഹൃദയം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് സഹായിക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനം കൊടുക്കണമേ. ജഡത്തിൽ കഷ്ടത അനുഭവിപ്പാനിടവരാതെ അവർ സഹായിക്കണമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.